നമസ്കാരം. പരുന്ത് പാറി നടക്കുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമല്ലേ. ഇന്ദിരാഭവന് സമീപത്തെ മരക്കൊമ്പിൽ ഇങ്ങനെ തളരും പറ്റിയിരിക്കവേ ഒരു നിമിഷം പരുന്ത് നഷ്ടബോധത്തിലേക്ക് വഴുതി വീണു. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ എന്ത് രസമുള്ള ചർച്ചയായിരുന്നു, എന്തൊക്കെ കുശുകുശുപ്പായിരുന്നു, എന്തു മനോഹരമായ കാഴ്ചകളായിരുന്നു. അവന് സീറ്റ് നൽകരുത്, ഇവന് സീറ്റ് നൽകണം, അവനെ വെട്ടണം, ഇവനെ തോൽപ്പിക്കണം, ഏക്കിത്ര ഐക്കിത്ര ഹോ. പക്ഷേ അതുക്കും മേലെ ഇപ്പോഴത്തെ കളികൾ. പണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുൻപ് ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ അധിപനായി വാഴുന്ന കാലം. കുഞ്ഞം പരുന്തായിരുന്ന അക്കാലത്ത് കേട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊടിക്കുന്നിൽ വീട്ടിലെ ആ ചെറുപ്പക്കാരന് മത്സരരംഗത്തുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരെണ്ണി അവരെ തോൽപ്പിക്കണമെന്ന് യോഗത്തിൽ വാദിക്കുകയാണ്. ഇവരെല്ലാം തോറ്റാൽ അവരല്ലേ ഭരിക്കുക സുരേഷേ എന്ന ഒറ്റ ചോദ്യത്തിൽ ആ ചർച്ച അവസാനിച്ചുവെങ്കിലും അതായിരുന്നു അക്കാലത്തെ ഗ്രൂപ്പ് സ്പിരിറ്റ്. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണത്രേ. അധികാരത്തിലെത്തുക എന്നതിൽ കവിഞ്ഞു മറ്റൊരു ലക്ഷ്യവും ഇല്ലാത്തതിനാൽ ഇത്തവണ ഗ്രൂപ്പെല്ലാം ആവിയായി പോയെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള സംസ്ഥാന ഘടകം ഒന്നടങ്കം പറയുന്നത്. ഇനി ഇവിടെ കുത്തിയിരിക്കാതെ പറന്നേക്കാം എന്ന് കരുതിയപ്പോൾ പരുന്ത് ഒരു അടക്കം പറച്ചിൽ കേട്ടു. സുകുമാരൻ കൊച്ചേട്ടന്റെ ആ നീക്കം ഗംഭീരമായി. ഇതോടെ ആ പത്തിയൊന്ന് അടങ്ങും. പോരാത്തതിന് നടേശൻ ചേട്ടനും നല്ല ഫോമിലാണല്ലോ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സീറ്റുകളിലേക്ക് നമ്മുടെ ആളുകൾ എത്താൻ കൂടി സഹായം വേണം. അവസാനം തലയെണ്ണം പിടിക്കുമ്പോൾ അപ്പുറത്താള് കൂടരുത്. സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും പ്രതിപക്ഷ ബഹുമാനം തീരെയില്ലാത്ത ആ ആഞ്ഞടിക്കലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ കാരണം സുകുമാരൻ നായർ വീണ്ടും ചെന്നിത്തലയെ നിർലോഭം പ്രശംസിച്ചതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനകത്തുള്ള ഒരു പാരമ്പര്യം ഇന്ന് ഇവിടുത്തെ ഏത് നേതാക്കന്മാർക്കുണ്ട്. ഒട്ടും വൈകിയില്ല. അന്തരീക്ഷത്തിൽ നിന്നൊരു സർവേ പൊട്ടി വീണു. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനപിന്തുണ VD സതീശന്. ജനപിന്തുണയിൽ 2ാം സ്ഥാനത്തുള്ള കോൺഗ്രസുകാരൻ ശശി തരൂർ. സർവേയിൽ രമേശ് ചെന്നിത്തല ചിത്രത്തിലേ ഇല്ല. ചെന്നിത്തലയ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ? ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ഉള്ളത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർ ഇറക്കുന്നതാണ്. അത് നമ്മുടെ പേരില്ലാതെ തന്നില്ല. മുൻ ആഭ്യന്തരനോ AICCയുടെ സമുന്നതനോ പേരിന് പോലുമില്ലാത്ത അഭിപ്രായങ്ങൾ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്ന കരക്കമ്പി ആകാശത്ത് വരെ പറന്ന് നടക്കുന്നുണ്ടെങ്കിലും പരുന്തത് കാര്യമാക്കുന്നതേയില്ല. മാത്രവുമല്ല, MP സ്ഥാനവും പാർട്ടി പദവിയും എല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പലർക്കും ഒരു ഭാരമായി തുടങ്ങിയിട്ടുണ്ട്. നിയമസഭയിലേക്ക് കുപ്പായമിട്ട് ഇറങ്ങാനാണ് പല MPമാർക്കും താല്പര്യം. അങ്ങനെ ചിലരൊക്കെ കുപ്പായമിട്ട് ഇറങ്ങുമോ എന്ന പേടിയിൽ മറ്റു ചില കളികളും തുടങ്ങിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന പാട്ടും പാടി തദ്ദേശം പിടിച്ചുവെങ്കിലും പോറ്റിയെ കയറ്റിയതിന് പിന്നിൽ UDF കൺവീനറുമുണ്ടെന്നാണ് ചില ചിത്രങ്ങളിലൂടെ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതോടെ അടൂർ പ്രകാശ് മണക്കുന്നുണ്ട് ഒരു ഗൂഢാലോചന. 2019 ഞാൻ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ബന്ധമാണ്. എനിക്ക് ഇയാളെക്കുറിച്ച് നേരത്തെ ഇയാൾ എവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ. ഡൽഹിയിൽ വന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു ഞാൻ പോയി. തൊട്ടാൽ പൊള്ളുന്ന ശബരിമല കൊള്ളയുടെ പേരിൽ അടൂർകാരനെ അങ്ങ് മാറ്റി നിർത്തിക്കാനുള്ള ചില വെള്ളക്കുപ്പായക്കാരുടെ തന്നെ ബുദ്ധിയാണെന്ന കാര്യത്തിൽ പരുന്തിന് സംശയമേതുമില്ല. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് പരുന്തിന് പണി കൂടുമെന്ന് മാത്രം. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത ആഴ്ച കാണാം. വണക്കം.